മാനവ സംസ്കൃതി കാഞ്ഞങ്ങാട്ട് നടത്തിയ സംസ്ഥാനതല രാഷ്ട്രീയ ശില്പശാല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. പഴയ ഗീബൽസിന്റെ പുതിയ വകഭേദമാണ് ഇന്നത്തെ PR ഏജൻസികളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന് പറഞ്ഞ ഗീബൽസിന്റെ വകഭേദമാണ് ഇന്നത്തെ PR ഏജൻസികളെന്നും ഹിറ്റ്ലറിൽ നിന്ന് മോദിയിലേക്കും പിണറായിയിലേക്കും കാലം മാറിയെത്തിയെന്ന വ്യത്യാസമേ ഉള്ളൂവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മാനവ സംസ്കൃതി കാഞ്ഞങ്ങാട്ട് നടത്തിയ സംസ്ഥാനതല രാഷ്ട്രീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംഭവിച്ച ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ തുടങ്ങിയ ദുരന്തങ്ങളുടെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്നുണ്ടായിരുന്നത് ഗീബൽസ് ആണെങ്കിൽ ഇന്നുള്ളത് PR ഏജൻസികളാണെന്നേയുള്ളൂ. ഇപ്പോൾ ക്ലൗഡ് മീഡിയയുടെ കാലമാണ്. ആളുകളുടെ ഇഷ്ടത്തെ കണ്ടെത്തി അതിനോട് ചേർന്നുള്ള വിഭവങ്ങൾ നൽകും. അതുവഴി അവരുടെ ഇഷ്ടത്തെ കൂടി ഓരോ മനുഷ്യനിലും അടിച്ചേൽപ്പിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നാം ജീവിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. എന്ന നിരീക്ഷണമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന കാര്യമാണ് ശരി, നമ്മൾ പിടിച്ച മുയലിൽ 2 കൊമ്പുണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നതല്ല ശരി. അതാണ് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെ ക്ഷമിക്കുക, മറ്റുള്ളവരെ ശ്രമിക്കുക, അവർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക, അവരെ കണക്ട് ചെയ്യുക, എന്നൊരു പൊതു സ്വഭാവത്തിലേക്ക് ഇപ്പോ രാഷ്ട്രീയ സംവാദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യം അത് നിങ്ങൾ പോയുള്ള സമരം ചെയ്യണം. ഞാൻ 1 മാസമായി സമരം, ഈ സമരം പോലെ സർക്കാരിന്റെ താഴെ സമരം, സർക്കാരിന്റെ താഴെ അവർക്ക് 5 കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ് ജനപ്രതിനിധിയാണ്. എന്ത് ജനാധിപത്യമുള്ള സർക്കാരിന്റെ താഴെ. ചടങ്ങിൽ മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാൻ അനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് P.K. ഫൈസൽ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത്, അഡ്വക്കേറ്റ് P. നാരായണൻ, M. അസൈന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസും സംവാദവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.